ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് ഫ്രൂട്ടാണോ കായാണോ ഏത് വർഗത്തിൽപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് മണിത്തക്കാളി. ഞാൻ മണിത്തക്കാളി എന്നാണ് വിളിക്കുന്നത്. ഇത് നല്ല പാകമായിട്ടുള്ള മണിത്തക്കാളിയാണ്. ഇത് അതിൻ്റെ പച്ചക്കായാണ്. ഇത് പലതരത്തിൽ യൂസ് ചെയ്യും. ഉണങ്ങി വറ്റലായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ പഴുത്ത് പാകമായി കഴിയുമ്പോൾ നമുക്കൊരു ഫ്രൂട്ട് പോലെയും ഉപയോഗിക്കാം. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണിതിന്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരല്പം വയലറ്റ് കളറിലുള്ള ഒരു അരികളും അതിൻ്റെ ജ്യൂസും ഒക്കെ കാണാം. സോ ഇതാണ് മണിത്തക്കാളി. ഇനി ഇതിൻ്റെ ചെടി നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ചെടി. ഇതിൻ്റെ ഇല നമുക്ക് തോരൻ വെക്കാം, പരിപ്പിലിട്ടൊക്കെ കഴിക്കാം. ആയുർവേദ ഡോക്ടർ ഇത് നമുക്ക് മൗത്ത് അൾസറൊക്കെ വരുമ്പോഴും ബോഡി ഹീറ്റ് കൂടുമ്പോഴൊക്കെ ഇത് തോരൻ വെച്ചോ അല്ലാതെ പരിപ്പിലിട്ടോ ഒക്കെ കഴിക്കാൻ നമ്മളോട് പറയാറുണ്ട്. ഇതിന് വളരെ മെഡിസിനൽ ഗുണമുള്ളൊരു ചെടിയാണ്. ധാരാളം വിറ്റമിനുകളും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പം വിത്ത് പാകി കിളിപ്പിക്കാറുമുണ്ട്. അത്രമാത്രം ഔഷധ ഗുണമുള്ളൊരു ചെടിയാണിത്. അപ്പം ഇന്ന് മണിത്തക്കാളിയെക്കുറിച്ചാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇലകളൊക്കെ കണ്ടാൽ മനസ്സിലാകണം. ഇല ഇങ്ങനെ ഒരു മുളകിൻ്റെ ഇല പോലെ ഇരിക്കും ഏകദേശം. വളരെ ടേസ്റ്റും ഉള്ള കറി വെച്ചാൽ വളരെ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളിത് കറി വെച്ച് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.